എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ 2022 നടന്ന 116/2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 52ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മുടെ ചാനലിൽ കിടക്കുന്നത്. സിലബസ് ബേസ് ആയിട്ട് ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം പഠിച്ച് മാർക്കാക്കി മാറ്റുക, നല്ല രീതിയിൽ റിവിഷൻ ചെയ്തിട്ടൊക്കെ മാറ്റി വെക്കണം കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മലബാറിലെ പ്രസിദ്ധ സ്വതന്ത്ര സമര സേനാനി മൊഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ജനിച്ചത് എവിടെയാണ്? മൊഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ജനിച്ചത് എവിടെയാണ്? ചെറുപ്പളശ്ശേരിയിലാണ് കേട്ടോ. എവിടെയാണ്? ചെറുപ്പളശ്ശേരി. താഴെ പറയുന്നവരിൽ കേരളത്തിൽ നിന്നുള്ള ഏത് സ്ത്രീയാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമല്ലാത്തത്? ആരാണ് അംഗമല്ലാത്ത? നമുക്കറിയാം, നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. അമ്മു സ്വാമിനാഥൻ, ആനി മസ്കറിൻ, ദാക്ഷായനി വേലായുധൻ, ഇവരൊക്കെ എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉള്ളതാണ് അല്ലേ? അപ്പൊ ഇതിൽ ആരാണ് ഇല്ലാത്തത്? അക്കാമ ചെറിയാൻ. താഴെ പറയുന്നവരിൽ ഏത് വൈസ്രോയിയാണ് ഇൽബർട്ട് വിൽ വിവാദവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഇൽബർട്ട് ബിൽ വിവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. മൂന്നാമത്തെ ആൻസർ ഏത് വരും? റിപ്പൺ പ്രഭുവാണ് അല്ലെ? തദ്ദേശ സ്വയംഭരണങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയിയായ റിപ്പൺ പ്രഭുവാണ് ഇൽബർട്ട് ബിൽ വിവാദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. 1663 കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തി. 1663 കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തി ഏതാണ്? ഡച്ചുകാരാണ് കേട്ടോ. 1663 1775 രണ്ടാമത്തെ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത്. ഒന്നാമത്തെ ആണെങ്കിലും രണ്ടാമത്തെ ആണെങ്കിലും ഒക്കെ എവിടെ വെച്ചിട്ട് തന്നെയാണ് നടന്നത്? ഫിലാഡൽഫിയ. എവിടെയാണ്? ഫിലാഡൽഫിയ. ആരാണ് നിയമങ്ങളുടെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന പുസ്തകം എഴുതിയത്? ആരാണ് നിയമങ്ങളുടെ ആത്മാവ് എന്ന പുസ്തകം എഴുതിയത്? ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന പുസ്തകം ആരുടെ? മോണ്ടസ്ക്യൂ ആണ് കേട്ടോ. മോണ്ടസ്ക്യൂടെയാണ് നിയമങ്ങളുടെ ആത്മാവ് എന്ന പുസ്തകം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിൻവാങ്ങിയ ഉടമ്പടിയുടെ പേര് എന്തുകൊണ്ടാണ്? 1914 to 18 കാലഘട്ടമാണ് ഒന്നാം ലോക മഹായുദ്ധം അല്ലെ? അതിൽ നിന്ന് റഷ്യ പിൻവാങ്ങിയ ഉടമ്പടിയുടെ പേര് ബ്രസ്റ്റ് ലിറ്റോവ്സ്ക് ഉടമ്പടി. ഏതാണ്? ബ്രസ്റ്റ് ലിറ്റോവ്സ്ക് ഉടമ്പടി പ്രകാരമാണ് റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറിയത്. 1857 കലാപകാലത്ത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു. 1909 ഗാന്ധിജി എഴുതിയ പുസ്തകം ഹിന്ദു സ്വരാജ്. തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കുമെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി 1921 തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ട കേരള നേതാവ്. 1921 കാലഘട്ടത്തില് തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ട നേതാവ് ആരാണ്? TK മാധവൻ. നമുക്കറിയാം 1923 കാക്കിനട സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് TK മാധവൻ. അതിലായിരുന്നു അയിത്താചാരണത്തിനെതിരെ പ്രമേയം കൊണ്ടുവന്നത്. നമ്മൾ INC പഠിക്കുന്നുണ്ട്. 1885 നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനവുമായി ബന്ധപ്പെടുത്തി പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അയിത്താചാരണ പ്രമേയം INC പ്രമേയം കൊണ്ടുവന്നത് ആരാന്ന് ചോദിക്കുന്നുണ്ട്. TK മാധവനാണ്. അപ്പൊ 1921. അപ്പൊ അങ്ങനെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ആ വർഷമായിട്ടും പിന്നെ തൊട്ടുകൂടായ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് TK മാധവനെ നമ്മൾ ആൻസർ ആയിട്ട് എടുക്കണം. ഇവിടെ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കിക്കേ. 11ാമത്തെ ഇവിടെ ആൻസർ വരുന്നത് C ആണ്. A ഏത് വരണം? 4 വരണം. A ഏത് വരണം? 4. ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺസ് അല്ലെ? ഡോൾഡ്രം മേഖല എന്നറിയപ്പെടുന്നത് ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ ആണ്. അപ്പൊ A ഏതാണ്? ഡോൾഡ്രം ആണ്. ഇനി B ഏത് വരണം? വെസ്റ്റർലൈസ് അല്ലെ? വെസ്റ്റർലൈസ്. B 3 വരണം. 30 ഡിഗ്രിക്കും 60 ഡിഗ്രിക്കും അക്ഷാംശത്തിനും ഇടയിലാണ് ഏത്? വെസ്റ്റർലൈസ്. ഉയർന്ന ഉപ ഉഷ്ണമേഖല എവിടെയാണ്? C ഏത് ആൻസർ ആയിട്ട് വരണം? 1 അല്ലെ? കുതിര അക്ഷാംശം. കുതിര അക്ഷാംശമാണ് അല്ലെ? അടുത്തത് താഴ്ന്ന ധ്രുവം, പോളാർ ഫ്രണ്ട്. താഴ്ന്ന ധ്രുവം, പോളാർ ഫ്രണ്ട്. അപ്പൊ ഇത് പഠിച്ചു വെക്കുക. ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺസ് എന്നറിയപ്പെടുന്ന മേഖല ഡോൾഡ്രം മേഖലയാണ്. വെസ്റ്റർലൈസ് എന്നറിയപ്പെടുന്നത് 30 ഡിഗ്രിക്കും 60 ഡിഗ്രി അക്ഷാംശത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. പിന്നെ താഴ്ന്ന ഉപധ്രുവം ഏതാണ്? പോളാർ ഫ്രണ്ട് ആണ്. ഉയർന്ന ഉഷ്ണമേഖല കുതിര അക്ഷാംശം.
ഇനി കേരളത്തിന്റെ റോഡ് സാന്ദ്രത എത്ര? കേരളത്തിന്റെ റോഡ് സാന്ദ്രത ഡെൻസിറ്റി ആണ് ചോദ്യം. ഇവിടെ ക്വസ്റ്റ്യനിൽ അവര് തന്നിരിക്കുന്നതിൽ അളവിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിലീഷൻ ചെയ്തിട്ടുണ്ട് PSC. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 13ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയിട്ട് സ്വയം ആൻസർ ചെയ്യുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇവിടെ എ ആണ് ആൻസർ. പ്രസ്താവന എയും ഡിയും തെറ്റാണ്. അപ്പൊ ഇത് നിങ്ങൾ തെറ്റ് പഠിച്ചു വെക്കണ്ട. എയും ഡിയും തെറ്റാണ്, ബിയും സിയും ശരിയാണ്. 1:50,000 സ്കെയിലിലുള്ള ഒരു ഭൂപടം പ്രതിരോധ സേനകൾ ഉപയോഗിക്കുന്ന ഒരു നിലവാരമുള്ള ട്രോപ്പോഗ്രഫിക്കൽ മാപ്പാണ്. അപ്പോൾ പ്രതിരോധ ഡിപ്പാർട്ട്മെന്റ്, പ്രതിരോധ സേനകൾ ഉപയോഗിക്കുന്ന മാപ്പ് എത്രയാണ് അംശബന്ധം? 1:50,000. ആ കണക്കൊന്ന് മനസ്സിലാക്കുക. പിന്നെ ഏതും ശരി? സി ശരിയാണ് അല്ലെ. പരമ്പരാഗത ചിഹ്നങ്ങൾ എന്നറിയപ്പെടുന്ന ചിഹ്നങ്ങളുടെ സഹായത്തോടെ ഭൂപ്രകൃതിയുടെ സവിശേഷതകൾ ടോപ്പോ ഷീറ്റിൽ പ്രതിനിധീകരിക്കുന്നു. അതും കറക്റ്റ് പ്രസ്താവനയാണ്. ബിയും സിയുമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന. പ്രസ്താവനകൾ പരിശോധിച്ചിട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. 14 ഒന്ന് വായിച്ചു നോക്കിയിട്ട് ചെയ്യാം. ഇവിടെ ആൻസർ ഏതാ വരുന്നത്? ബി ശരിയായ പ്രസ്താവന. എ ശരിയാണ്, ബി തെറ്റാണ്. പുറംതോട്, ആവരണം എന്നിവയ്ക്കിടയിലുള്ള ധാതുക്കളുടെ ഘടനയിലെ മാറ്റത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിച്ഛേദനത്തിന്റെ ഇടുങ്ങിയ മേഖലയെ മൊഹറോവിസിക് വിച്ഛിന്നത എന്ന് വിളിക്കുന്നു. ഇത് ശരിയായ പ്രസ്താവനയാണ്, ബി തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പട്ടികയിൽ താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് വേഗം ചെയ്യാൻ കഴിയില്ല. ഇന്ത്യയുടെ കോട്ടൺ, 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 3ാമത്തെ ഓപ്ഷൻ ഇന്ത്യയുടെ കോട്ടണോപോളിസ് അല്ലെ. കോട്ടൺ പോളിസ് മുംബൈ ആണ്. അപ്പൊ 3ാമത്തെ ആൻസർ എന്ത് വരണം? എ വരണം. ഇവിടെ നോക്കിക്കേ, 3ാമത്തെ ആൻസർ എ ആയിട്ടുള്ള പ്രസ്താവനകൾ വേഗം എടുക്കതാ. ഇതൊക്കെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് വിടുക കേട്ടോ. ബി ഒക്കെ ഡിലീറ്റ് ചെയ്ത് വിടണം. ഇനി എയും ഡിയും മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ത്യയുടെ ധാതു ഹൃദയ ഭൂമി ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് അല്ലെ. 1ാമത്തെ ആൻസർ സി വരണം. അപ്പൊ 1ാമത്തെ ആൻസർ സി വരുന്നത് ഏതാണ്? ഇത് മാത്രമേ ഉള്ളൂ അല്ലെ, ഡി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ 15ാമത്തെ ആൻസർ ഏത് വരും? ഡി ആണ് വരുന്നത്. ഇന്ത്യയുടെ ധാതു ഹൃദയ ഭൂമി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. പിന്നെ സിർക്കോണിയം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? സിർക്കോണിയം കാണപ്പെടുന്നത് നമ്മുടെ കേരള തീരത്താണ്. ഇന്ത്യയുടെ കോട്ടൺ പോളിസ് മുംബൈ ആണ്. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എവിടെയായിരുന്നു? 4ാമത്തെ ആൻസർ വരുന്നത് പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ട്രഷറി ബില്ലുകൾക്ക് ഏതാണ് ശരി? ട്രഷറി ബില്ലുകൾക്ക് ശരിയായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ്. 2, 3, 4 മാത്രം. കോൾ ലോണുകളെ അപേക്ഷിച്ച് ട്രഷറി ബില്ലുകൾക്ക് ലിക്വിഡ് കുറവാണ്. ട്രഷറി ബില്ലുകൾ നൽകാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂ. ബാങ്കുകൾ നിയമപരമായ ലിക്വിഡിറ്റി അനുപാതത്തിൽ ഉൾപ്പെടുത്തുന്നതിന് ട്രഷറി ബില്ലുകൾ യോഗ്യമല്ല. നെക്സ്റ്റ്, ഫാക്ടർ ചെലവിൽ GDP എന്തിനു തുല്യമാണ്? ഫാക്ടർ ചെലവിൽ GDP എന്തിനു തുല്യമാണ്? ബി ആണ്. വിപണി വിലയിലെ NNP പ്ലസ് മൂല്യത്തകർച്ച മൈനസ് വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം മൈനസ് അറ്റ പരോക്ഷ നികുതി. NNP നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ഉണ്ട് അല്ലേ. അതില് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? NNP അല്ലെ. NNP പിന്നെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? NNP പ്ലസ് മൂല്യത്തകർച്ച അല്ലെ. മൂല്യത്തകർച്ച മൈനസ് വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം മൈനസ് അറ്റ പരോക്ഷ നികുതി. നന്നായിട്ട് എക്കണോമിക്സ് ഒക്കെ നല്ല രീതിയിൽ അറിയുന്നവർക്കാണ് ഇതെന്ത് ചെയ്യുള്ളൂ, ഈ GDPന്റെ ഈ ഫോർമാലിറ്റി ഒക്കെ ചോദിക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കുള്ളൂ. പ്ലസ് 1 പ്ലസ് 2 ഏരിയയിലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. നികുതികളുടെ അടുത്ത ക്വസ്റ്റ്യൻ, നികുതികളുടെ ഒപ്റ്റിമൽ മിശ്രണം സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? നികുതികളുടെ ഒപ്റ്റിമൽ മിശ്രണം സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇവിടെ ആൻസർ ഏത് വരും? സി ആണ്. ഇത് നികുതി മൂലമുണ്ടാകുന്ന അധിക ഭാരം കുറയ്ക്കുന്നു. നികുതി മൂലമുണ്ടാകുന്ന അധിക ഭാരം കുറയ്ക്കുന്നതാണ് ഇത് ഒപ്റ്റിമൽ മിശ്രണം. ഡിസ്പോസിബിൾ വരുമാനം കണക്കാക്കുന്നത് സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരി അല്ലാത്തത് ഏത്? വ്യക്തിഗത ഡിസ്പോസിബിൾ വരുമാനം കണക്കാക്കുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? ഇവിടെ 1, 2, 3 മാത്രം.
ഇതൊക്കെ തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇവിടെ ശരി ഏത് വരും? ഇതിൽ വ്യക്തിഗത നികുതി ഉൾപ്പെടുന്നു, എന്നാൽ ട്രാൻസ്ഫർ പേയ്മെന്റുകൾ ഒഴിവാക്കുന്നു. ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് സൗകര്യവുമായിട്ട് ബന്ധപ്പെട്ട സ്വയംഭരണ ദ്രവ്യതയുമായി സംബന്ധിച്ച ശരിയല്ലാത്ത പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏവ? 2ഉം 4ഉമാണ് കേട്ടോ. 2ഉം താഴെ പറയുന്നത് ശരിയല്ലാത്ത പ്രസ്താവന 2ഉം 4ഉം. അപ്പൊ 1ഉം 3ഉം നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണേ. പണനയ നടപടികളിലല്ലാതെ വാണിജ്യ ബാങ്കുകളിലേക്ക് ഒഴുകുന്ന പണലഭ്യത. 3, കറൻസി അധികാരികൾ എന്ന നിലയിൽ സാധാരണ സെൻട്രൽ ബാങ്കിംഗ് പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടാകുന്ന സെൻട്രൽ ബാങ്ക് ബാലൻസ് ഷീറ്റ് ഫ്ലോകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ അടിയന്തര അധികാരങ്ങളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? സി ആണ്. 1ഉം 2ഉം ശരിയായിട്ടുള്ളതാണ്. 3 വ്യത്യസ്ത തരത്തിലുള്ള അടിയന്തര അധികാരങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ട്. യുദ്ധം, ബാഹ്യാക്രമണം അല്ലെങ്കിൽ സായുധ കലാപം എന്നിവയാൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്തിന്റെയോ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്താവുന്നതാണ്. അപ്പൊ 1ഉം 2ഉം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിലാണ് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 7th. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? 23 ഡി ആണ് കേട്ടോ. 4 എന്താണ്? തെറ്റാണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് പഠിച്ചു വെക്കണം. 1, പാർലമെന്റിന്റെ നിയമപ്രകാരമാണ് NHRC നിയമിച്ചിരിക്കുന്നത്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിയമിച്ചിരിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്താനുള്ള ഉത്തരവാദിത്തം കമ്മീഷനാണ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഒരു NHRC എക്സ് ഒഫീഷ്യ അംഗമാണ്. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 42. 1976 ഭേദഗതിയിലൂടെ 76 42ാമത്തെ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിലെ സോഷ്യലിസം എന്ന പദം സൂചിപ്പിക്കുന്നത് 2 മാത്രം. സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളെ മാത്രം ദേശസൽക്കരിക്കുകയും സ്വകാര്യ സ്വത്ത് വിനിയോഗിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുക. അഖിലേന്ത്യാ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത് PSC ആണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരാണ് അംഗീകാരം നൽകുന്നത്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒരു പൊതു ഉദ്യോഗസ്ഥൻ തന്റെ ചുമതലകൾ നിർവഹിക്കാൻ വിസമ്മതിക്കുമ്പോൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന കമാൻഡ് മാൻഡമസ്. പ്രധാനമന്ത്രിക്കോ കേന്ദ്ര സർക്കാരിലെ മന്ത്രിക്കോ പാർലമെന്റ് അംഗത്തിനോ എതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ യോഗ്യതയുള്ള സ്ഥാപനം ഏതാണ്? ലോക്പാൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? 54. അസമിലെ ഒരു പരമ്പരാഗത നൃത്ത നാടകത്തിന്റെ പേര്? അസമിലേതാണ്? നമ്മൾക്ക് അറിയാവുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ? സാത്രിയ. ദക്ഷിണേഷ്യൻ ഗെയിമുകളുടെ മുദ്രാവാക്യം എന്താണ്? ദക്ഷിണേഷ്യൻ ഗെയിമുകളുടെ മുദ്രാവാക്യം സമാധാനം, സമൃദ്ധി, പുരോഗതി. MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം? MTക്ക് ജ്ഞാനപീഠം ലഭിച്ചത് 1995. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വേദി? പുന്നമട കായൽ. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത്? തകഴി ശിവശങ്കരപിള്ള. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത്? കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഏത് സ്ഥലമാണ് അത്തച്ചമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? തൃപ്പൂണിത്തറ. കുച്ചിപ്പുടി എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ആന്ധ്രാപ്രദേശ്. ശാരീരിക വൈകല്യമുള്ള കായിക താരങ്ങൾക്കായി നടത്തുന്ന ഒരു അന്താരാഷ്ട്ര മൾട്ടി സ്പോർട്സ് ഈവന്റിന്റെ പേര്? പാരാലിമ്പിക്. പാരാലിമ്പിക് ഗെയിമുകൾ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ശാരീരിക വൈകല്യമുള്ള കായിക താരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പാരാലിമ്പിക്.
ഓട്ടംതുള്ളലിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ. ആമസോൺ കിൻഡിൽ പോലെയുള്ള ഇ ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഇങ്ക്. ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനമല്ല. ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനമല്ലാത്തത് ഇതിൽ ഏതാണ്? പ്രോസസർ മാനേജ്മെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനമല്ല. ഇതില് ഏത് ഉപകരണത്തിനാണ് വാനിലേക്ക് ലാനിനെ ചേർക്കാനാകും? വാനിലേക്ക് ലാനിനെ ചേർത്താനാകുന്നത് ഗേറ്റ്വേ. സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റ് ഡോക്യുമെന്റിലേക്കുള്ള ലിങ്കുകൾ അടങ്ങിയ ഒരു ഡോക്യുമെന്റിനെ എന്ത് വിളിക്കുന്നു? ഹൈപ്പർ ടെക്സ്റ്റ്. ഒരു ഹാക്കർ ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറുകളിലേക്കും അക്കൗണ്ടുകളിലേക്കും പ്രവേശനം നേടുന്നതിന് ക്ഷുദ്രകരമായ ലിങ്കുകൾ അയക്കുന്ന സൈബർ കുറ്റകൃത്യത്തെ പറയുന്ന പേര് എന്ത് വിളിക്കും? ഫിഷിംഗ്. നൈട്രേറ്റ്. മെർക്കുറസ് നൈട്രേറ്റ് എന്ന സംയുക്തം കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ? മെർക്കുറസ് നൈട്രേറ്റ് പ്രഫുല്ല ചന്ദ്ര റോയി. ISROയുടെ വിപണന ഇതിൽ ഏതാണ് ISROയുടെ വിപണന വിഭാഗം? അത് ISROയുടെ ബഹിരാകാശ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ആഭ്യന്തര അന്തർദേശീയ ഉപഭോക്താക്കൾക്ക് വിഭാവനം ചെയ്യുന്നു. ഇതിലേതാണ്? ആൻഡ്രിക്സ് അല്ലെ. താഴെ പറയുന്നവയിൽ പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ് അല്ലാത്തത് ഏത്? പ്രകൃതിവാതക ഊർജം. പുനരുപയോഗിക്കാൻ പറ്റാത്ത പുനരുപയോഗിക്കാൻ പറ്റില്ല. ഹരിതഗൃഹ വാതക ഉദ്യമനത്തിന്റെ പ്രധാന പങ്ക്? കാർബൺ ഡൈ ഓക്സൈഡ്. താഴെ പറയുന്നവയിൽ സുസ്ഥിര വികസനത്തിന്റെ പ്രധാന ഘടകം അല്ലാത്തതേത്? കാലാവസ്ഥാ വ്യതിയാനം. അപ്പൊ പെടുന്നത് ഏതൊക്കെയാണ്? സാമ്പത്തിക വളർച്ച, പരിസ്ഥിതി സംരക്ഷണം, സാമൂഹിക ഉൾപ്പെടുത്തൽ. ഇതൊക്കെ എന്താണ്? സുസ്ഥിര വികസനത്തിൽ ഉൾപ്പെടുന്ന വിഭാഗങ്ങളാണ്. കാലാവസ്ഥാ വ്യതിയാനം അതിൽ വരില്ല. അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ആക്കിയിട്ടെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ഇടയ്ക്കൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി കേട്ടോ. എപ്പോഴെങ്കിലും ഒരു 10 മിനിറ്റ് ഒക്കെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുക. അപ്പോൾ എന്താവും? നമുക്ക് അടുത്ത ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ആൻസർ ആയിട്ട് നമുക്ക് ചെയ്യാനും കഴിയും. സിലബസ് ബേസ് ആയിട്ടൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പോയിട്ട് നോക്കുക, കാണുക, നല്ല രീതിയിൽ അതിനെ പഠിച്ചു മാറ്റുക. എക്സാമുകളൊക്കെ ആയി. നമുക്ക് തീർച്ചയായിട്ടും ചാനൽ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആ ബെൽ ബട്ടൺ കൂടിയിട്ട് ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. അഭിപ്രായം കൂടിയിട്ടൊന്ന് താഴെ കമന്റ് രൂപത്തിൽ അറിയിക്കണേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.